ഒരിക്കൽ കൂടി ഭാഗം 107. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണേ. നമ്മുടെ ഒരിക്കൽ കൂടി ഇന്നത്തെ കൊണ്ട് അവസാനിക്കുകയാണ്. നാളെ മുതൽ പുതിയ സ്റ്റോറി വരാണ്. നീയും ഞാനും ഒന്നാണേ. അപ്പോൾ നാളെ പുതിയ സ്റ്റോറിയുമായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ദൃശ്യം 2024 വ്ളോഗിലെ ജന്മങ്ങളായി എന്ന സ്റ്റോറി തീർന്നു. ഇന്ന് പുതിയ സ്റ്റോറി അതിൽ വരാണ്, എൻ്റെ പ്രണയം. അപ്പോൾ എല്ലാവരും കേൾക്കുക, അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ ഇടയിലൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്ന വഴികളിലൂടെയുള്ള സ്റ്റോറിയാണ്. ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. നിങ്ങൾ തന്നിരിക്കുന്ന ഒരുപാട് പേരുകൾ ഞാൻ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ തന്നിരിക്കുന്ന പേരുകൾ ഞാൻ ഇട്ടില്ല എന്ന് വെച്ചുള്ള പരിഭവമൊന്നും വേണ്ട. ഉറപ്പായിട്ടും ഞാൻ എന്തായാലും പേരുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പേരുകളിൽ അത് നല്ല ക്യാരക്ടേഴ്സിനുണ്ടാവും, വില്ലൻ ക്യാരക്ടേഴ്സിനും ഉണ്ടാവും. അതുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കണ്ട കേട്ടോ. എല്ലാം ഒരു കേൾക്കാൻ വേണ്ടിയല്ലേ, നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയുള്ളതല്ലേ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ. ആ രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത്രയും നാളും എൻ്റെ ഓരോ കഥാപാത്രങ്ങളെയും സ്വീകരിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ പുതിയ കഥാപാത്രങ്ങളെയും സ്വീകരിക്കും. അപ്പോൾ പോകാം. ഒരിക്കൽ കൂടി നാളെ ഒരു ദിവസം കൂടി അവർ ഉണ്ടാകും എന്നാലോചിച്ചപ്പോൾ ദേവയുടെ അച്ഛനും അമ്മയ്ക്കും വളരെ സങ്കടം വന്നിരുന്നു. പിന്നെ അവിടെ അഭിറാമും ജിത്തുവും അനുപമയും നവ്യയും ഉണ്ടാകുമല്ലോ എന്നോർക്കുമ്പോൾ അവർക്കൊരു ആശ്വാസവും ഉണ്ടായി. എങ്കിലും അമ്മാച്ചനും അമ്മമ്മയ്ക്കുമായിരുന്നു ഭയങ്കര സങ്കടം. ഇനിയിപ്പോൾ എന്നാണ് എല്ലാവരും കൂടി തിരികെ വരിക എന്നറിയാതെ. പിറ്റേ ദിവസം നവരാത്രിയുടെ അവസാന ദിവസമായിരുന്നു. എല്ലാവരും ആഘോഷത്തിൻ്റെ തിമർപ്പിലായിരുന്നു. അവിടെയുള്ള എല്ലാ ജോലിക്കാർക്കും ദേവയുടെ അച്ഛൻ പുതുമയുള്ള വസ്ത്രങ്ങളും കുറച്ച് പണവും കൊടുത്തു. എല്ലാവരും ഒരുമിച്ച് തന്നെ 3 കൂട്ടം പായസവും കൂട്ടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം സാക്ഷിയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ പിരിഞ്ഞു പോകുന്നതിൻ്റെ ഒരു വേദനയുണ്ടായിരുന്നു. ഒരിക്കലും പിരിഞ്ഞു പോകാതെ എല്ലാവരും കൂടി ഈ നാട്ടിൽ ഒത്തുകൂടാൻ അവർ ആഗ്രഹിച്ചു. അന്ന് ദേവ സൂരജിൻ്റെ നെഞ്ചിൽ കിടക്കുമ്പോൾ വല്ലാത്ത സങ്കടത്തിലായിരുന്നു. ഇനി എന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും? ഇത്രയും നാളും ഇവിടെ ഈ റൂമിൽ കിടക്കുമ്പോൾ, അതും സൂരജേട്ടൻ്റെ കൂടെ, ഒരുപാട് ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഒരുമിച്ചുള്ള ദിവസങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒരുപാട് സന്തോഷം തന്ന ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞു പോയതെല്ലാം എന്നവൾ ഓർത്തു. സൂരജും അവളെ ചേർത്ത് പിടിച്ചിരുന്നു. അവളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് അവൾ പറയാതെ തന്നെ അവനും മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളോട് ഒന്നും സംസാരിച്ചില്ല. പക്ഷേ അവളെ ചേർത്ത് പിടിച്ചു. സൂരജിൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്ന് അവൾ എപ്പോഴോ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റതും എല്ലാവർക്കും വല്ലാത്ത വിഷമത്തിലായിരുന്നു. ദേവയുടെ അച്ഛനും അമ്മയും അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എല്ലാം റെഡിയാക്കുകയായിരുന്നു. അമ്മാച്ചനും അമ്മമ്മയും 2 ദിവസം കൂടി കഴിഞ്ഞാൽ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. അത് ദേവയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം കണ്ടത് കൊണ്ട് മാത്രമല്ല, അവർക്കും പെട്ടെന്ന് ഇത്രയധികം ആളുകളുടെ ഇടയിൽ നിന്ന് പോകുന്നതിൻ്റെ സങ്കടമായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോൾ എന്നും ഒച്ചപ്പാടും ശബ്ദവും ചിരിയും കളിയും നിറഞ്ഞു നിന്ന ഡൈനിങ് ടേബിൾ ഇന്ന് മൗനമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതും എല്ലാവരും പോകാനായി റെഡിയായി ഇറങ്ങി. ദേവ കണ്ണീരോടെ അവളുടെ അമ്മയെയും അമ്മമ്മയെയും ചേർത്ത് പിടിച്ചു. അച്ഛൻ വേഗം തിരിച്ചു വാട്ടോ എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു അവളെ നെറ്റിയിൽ ചുംബിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. കൊച്ചിയിൽ നിന്നുള്ള പാലക്കാട്ടേക്കുള്ള യാത്ര സന്തോഷകരമായിരുന്നു. ചിരിയും കളികളും നിറഞ്ഞതായിരുന്നു. എങ്കിൽ തിരിച്ചുള്ള യാത്ര മൗനമായിരുന്നു. ഏറ്റവും സങ്കടം ദേവയ്ക്കായിരുന്നു എന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. എല്ലാവരും ഒരിക്കലും ഇങ്ങോട്ടുള്ള യാത്രയിൽ ആരും വിചാരിച്ചിരുന്നില്ല ഇത്ര സന്തോഷകരമായ ദിവസങ്ങളായിരിക്കും കടന്നു പോകാൻ പോകുന്നതെന്ന്. ഇത്രയും സന്തോഷകരമായ വാർത്തകളായിരിക്കും അവരുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നതെന്ന്. പക്ഷേ തിരിച്ചുള്ള യാത്രയിൽ എല്ലാവരും മൗനമായി അവരുടെ സങ്കടത്തെ കൂട്ടുപിടിച്ചു. കൊച്ചിയിലെത്തിയതും ഗീതുവിനെയും നീലിമയെയും നീലാഞ്ജനയെയും അനിലും രോഹിത്തും കൂടി കൊണ്ടുപോയി അവരുടെ വീടുകളിലാക്കി കൊടുത്തു. ദേവയും സൂരജും അമ്മയും അച്ഛനും സാക്ഷിയും അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോയത്. ഇനിയും ആരെയും പേടിക്കാനില്ല എന്ന് അറിയാമെങ്കിലും ആ അപ്പാർട്ട്മെൻറ്റിനോട് അവർക്ക് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. ദേവയുടെ മൗനം എല്ലാവരെയും വളരെയധികം വിഷമിപ്പിച്ചു. എങ്കിലും സാക്ഷിയും അമ്മയും അച്ഛനും എപ്പോഴും അവളുടെ കൂടെ തന്നെ നിന്നു.
സൂരജ് അവൻ്റെ കേസിൻ്റെ കാര്യവുമായി ഓടി നടക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് തീർത്താൽ എത്രയും പെട്ടെന്ന് തിരിച്ച് പാലക്കാടിന് പോകാമെന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നു. അത്രയധികം ദേവയുടെയും അച്ഛൻ്റെയും എല്ലാം സങ്കടം അവനെ തളർത്തിയിരുന്നു. വീട്ടിലെത്തിയതും നവ്യയും റാമും ജിത്തുവും അനുപമയും അമ്മമ്മയും അച്ഛനും അമ്മയും എല്ലാവരും വീഡിയോ കോളിൽ ദേവയുമായി സംസാരിച്ചു. സങ്കടപ്പെട്ടിരിക്കരുതെന്നും ഇപ്പോൾ അവളുടെ സങ്കടം വയറ്റിൽ കിടക്കുന്ന 3 കുഞ്ഞുമണികളെയും ബാധിക്കുമെന്നും അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കണം എന്നും അധികം താമസിയാതെ തന്നെ ഇങ്ങോട്ട് വരാമെന്നും എല്ലാം പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. വൈകിട്ട് ദേവയും അമ്മയും സാക്ഷിയും അച്ഛനും കൂടി അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവളുടെ മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. അതിന് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം അമ്പലമാണെന്ന് പറഞ്ഞ് സാക്ഷി കുറേ കളിയാക്കലൊക്കെ നടത്തിയെങ്കിലും ദേവ ചെറിയൊരു പുഞ്ചിരിയിൽ അതെല്ലാം ഒതുക്കി. ഒത്തിരി വൈകിയാണ് അന്ന് സൂരജ് വീട്ടിലെത്തിയത്. ദേവ അവനെയും കാത്ത് ബാൽക്കണിയിൽ ഇരുന്നു. അവൾക്ക് കൂട്ടായി അമ്മയും അച്ഛനും ഇരുന്നു. കണ്ണൻ്റെയും സാക്ഷിയുടെയും 2 കൂട്ടുകാരായ ബഗീരയും ബാലുവും ഒരുമിച്ച് ഒരു റൂമിലാണ് കിടന്നുറങ്ങിയത്. സൂരജ് വന്നപ്പോൾ അമ്മയാണ് ചെന്ന് വാതിൽ തുറന്നു കൊടുത്തത്. എന്താ അമ്മേ, ഇത്രയും സമയമായിട്ട് ഉറങ്ങിയില്ലേ? അവൻ ചോദിച്ചു. ഞാൻ മാത്രമല്ല, അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് ബാൽക്കണിയിലേക്ക് കാണിച്ചു കൊടുത്തപ്പോഴാണ് അച്ഛനും ദേവയും അവിടെ ഇരിക്കുന്നത് കണ്ടത്. ആഹാ, ആരും ഉറങ്ങിയില്ലേ? ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നോ? സൂരജ് ചോദിച്ചു. മോളിരുന്നപ്പോൾ പിന്നെ ഞങ്ങളും കൂടി. ഇത്രയും ദിവസം ശാന്തമായൊരു അന്തരീക്ഷമല്ലായിരുന്നോ? ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഒച്ചയും ബഹളവും എല്ലാമായി. കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, അച്ഛൻ പറഞ്ഞു. നീ എന്തെങ്കിലും കഴിച്ചോ? അമ്മ സൂരജിനോട് ചോദിച്ചു. കഴിച്ചിട്ടില്ല, ഇവിടെ ഒരാൾ കഴിക്കില്ല എന്നറിയാം, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല, അവൻ പറഞ്ഞു. അത് ശരിയാ, ഇതുവരെയും ഒന്നും കഴിക്കാതിരിക്കായിരുന്നു. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഗ്ലാസ് പാല് കൊടുത്തു, അത് കുടിച്ചിട്ടാണ് ഈ ഇരിക്കുന്നത്. ഇവള് കഴിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് വീട്ടിൽ നിന്ന് വന്ന സങ്കടം എല്ലാം കൂടിയായപ്പോൾ കഴിക്കാതെ ഇരിക്കുമെന്നും എനിക്കറിയാം. അതിന് കാരണം പറയുന്നത് ഞാൻ വന്നിട്ട് കഴിച്ചോളാം എന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാതെ വന്നത്, സൂരജ് പറഞ്ഞു. എന്നാ നീ പോയി വേഗം ഫ്രഷായിട്ട് വാ, എന്നിട്ട് ഭക്ഷണം കഴിക്ക്, അച്ഛൻ പറഞ്ഞു. സൂരജ് റൂമിലേക്ക് നടക്കാൻ പോയതും ദേവയെ ഒന്ന് നോക്കി. അവൾ എഴുന്നേറ്റു അവൻ്റെ കൂടെ തന്നെ റൂമിലേക്ക് ചെന്നു. റൂമിൽ ചെന്നതും സൂരജ് വാതിലടച്ചു. എന്താ ഉദ്ദേശം? അവൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ തന്നെ നിന്നു. എന്താ നിന്റെ ഉദ്ദേശം? ഭക്ഷണം കഴിക്കാതെ എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാനാണോ ഉദ്ദേശിക്കുന്നത്? അവൻ അല്പം ദേഷ്യത്തിൽ സംസാരിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അപ്പോഴും നിന്നതേയുള്ളൂ. എൻ്റെ മക്കളുടെ കാര്യം മാത്രമല്ല കേട്ടോ, ഭാര്യയുടെ കാര്യം കൂടി ഓർത്തിട്ട് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ആ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ ദേവാ? ഞാൻ ഇപ്പോൾ തന്നെ ഇന്ന് വന്നതും ഓടി ഓഫീസിലേക്ക് പോയതും എന്താണെന്നറിയോ? എത്രയും പെട്ടെന്ന് കേസ് ക്ലോസ് ചെയ്യണം എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ്. നിനക്ക് മാത്രമല്ല ദേവാ, രോഹിത്തിനും രോഹനും എല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. എല്ലാവർക്കും സങ്കടമുണ്ട് ദേവാ, ഞങ്ങളും വിഷമിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഓരോ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോയേ പറ്റൂ. അത് നീ എന്താ മനസ്സിലാക്കാത്തത്? സൂരജ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. മനസ്സിലാകാത്തതൊന്നുമല്ല. സോറി ഇന്ദ്രേട്ടാ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് ചെന്നപ്പോൾ അവരുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഞാൻ ബാക്കി പറയാൻ പറ്റാതെ അവൾ വാക്കുകൾ ഒതുക്കി. മനസ്സിലാകും, പറയണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് തീർക്കാട്ടോ ഈ ജോലി. അച്ഛനും എന്നോട് അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ കണ്ട ആ വീടില്ലേ, എൻ്റെ ദേവയ്ക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ വീട്, അത് ഞാൻ വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ കാര്യങ്ങളെല്ലാം അച്ഛൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ നീക്കി. വൈകാതെ നമുക്ക് തിരിച്ച് പാലക്കാട്ടേക്ക് പോകാം. മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അത് പക്ഷേ ഇപ്പോൾ പറയുന്നില്ല, പിന്നെ പറയാം. എൻ്റെ ദേവയുടെ ഈ സങ്കടമൊക്കെ മാറിക്കഴിയുമ്പോൾ ഞാൻ പറയാം കാര്യം എന്താണെന്ന്, അവൻ പറഞ്ഞു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ? അവൻ അവളുടെ മുഖത്ത് നോക്കി അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, എന്നാ വേഗം പോയി ഫ്രഷായിട്ട് വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, അവൾ പറഞ്ഞു. പോയിട്ട് വരാട്ടോ, എന്നിട്ട് നമുക്ക് 5 പേർക്കും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, അവൻ പറഞ്ഞു. അവൾ അവനെ മനസ്സിലാകാത്തതുപോലെ നോക്കി. മനസ്സിലായില്ല? നിങ്ങൾ 4 പേരും പിന്നെ ഞാനും, അങ്ങനെ 5 പേരായില്ലേ?
നമ്മൾ 5 പേരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മയും അച്ഛനും കൂടെയിരുന്നു. അവിടെ വാങ്ങുന്ന വീടിനെക്കുറിച്ചും മറ്റും സംസാരിച്ചുകൊണ്ട്. ഇവളുടെ അച്ഛനും ജിത്തുവും റാമും എല്ലാം അവിടുത്തെ കാര്യങ്ങൾ റെഡിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. വലിയ പാടത്തിനടുത്താണ് ആ വീട്. അത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് പോന്നിട്ട് അച്ഛൻ്റെ മനസ്സിൽ നിന്നും അത് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അമ്മ പറഞ്ഞു. പക്ഷേ നിങ്ങളില്ലാതെ അവിടെ ഞങ്ങൾ 2 പേരും മാത്രമായി എന്നൊരു വിഷമം എനിക്കുണ്ട്. അമ്മ പറഞ്ഞതും സൂരജ് അമ്മയെ നോക്കി ചിരിച്ചു. പിന്നെ അച്ഛനെ നോക്കി. അച്ഛൻ അവളെ കണ്ണ് ചിമ്മി കാണിച്ചു. അത് ദേവ കാണുകയും ചെയ്തു. ദേവ അച്ഛനെയും സൂരജിനെയും മാറി മാറി നോക്കി. അവളെ നോട്ടം കണ്ട് സൂരജ് എന്താണെന്ന് ചോദിച്ചു. അവൾ ഒന്നുമില്ല എന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും പോയി കിടക്കാനായി. സൂരജ് ദേവയെയും കൊണ്ട് അവരുടെ റൂമിലേക്ക് പോയി. എത്ര നാളായി എന്നറിയോ ഞാൻ എൻ്റെ ഈ റൂം മിസ് ചെയ്തിട്ട്, സൂരജ് ദേവയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അല്ല, ഞാൻ ശരിക്കും നമ്മുടെ ഗന്ധരാജൻ മിസ് ചെയ്യുന്നുണ്ട്, അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. മതി മതി എന്നെ സോപ്പിട്ടത്. ഞാൻ ഓക്കെ ആയി തുടങ്ങി. പെട്ടെന്നുള്ള ഒരു മാറ്റമായത് കൊണ്ട് ഉള്ള സങ്കടമാണ്. ഇപ്പോൾ ഓക്കെയാണ്. എന്നെ സമാധാനിപ്പിക്കാനായിട്ട് ഇങ്ങനെ പറയണ്ട. ഉറങ്ങിക്കോ, രാവിലെ ഓഫീസിൽ പോകണ്ടല്ലേ, അവൾ പറഞ്ഞു. അങ്ങനെ പെട്ടെന്നൊന്നും ഉറക്കാൻ നോക്കണ്ട നീ എന്നെ. ഞാൻ ഉറങ്ങില്ല. ഇവർ 3 പേരെയും ഉറക്കിയിട്ട് വേണം എനിക്ക് വേറെ പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉറങ്ങാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വയറിൽ കൈവച്ചു. ദേവ, നാളെ ഹോസ്പിറ്റലിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിലേക്ക് പോയിക്കോളാം, അവൻ പറഞ്ഞു. വേണ്ട സൂരജേട്ടാ, ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോയിക്കോളാം. സൂരജേട്ടൻ ഓഫീസിൽ പോയിക്കോ, അവൾ പറഞ്ഞു. അയ്യോ, ബുദ്ധിമുട്ടായില്ലേ മോൾക്ക്? ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോകുന്നത്. നിൻ്റെ എല്ലാ മാസത്തെയും എപ്പോഴുമുള്ള ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ കൂടെ ഞാനുണ്ടാകും. എനിക്കറിയണം എൻ്റെ ദേവയുടെ ഓരോ അവസ്ഥയും, എൻ്റെ കുഞ്ഞുമക്കളുടെ അവസ്ഥകളും, അവൻ പറഞ്ഞു. അവളും ചിരിയോടെ സമ്മതിച്ചു. ദേവാ, എന്നും നീ എൻ്റെ നെഞ്ചിലല്ലേ കിടക്കാറ്? ഇന്ന് ഞാൻ നിൻ്റെ നെഞ്ചിൽ കിടക്കട്ടെ, അവൻ ചോദിച്ചു. അവൾ സമ്മതിച്ചുകൊണ്ട് കുറച്ച് മുകളിലേക്ക് കയറി കിടന്നു. അവൻ കുറച്ച് താഴേക്ക് കയറി അവളുടെ നെഞ്ചിൽ പറ്റിക്കിടന്നു. എപ്പോഴോ സംസാരിച്ചുകൊണ്ട് അവൻ ഉറക്കത്തിലേക്ക് പോയി. രാവിലെ സൂരജ് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടറെ കാണിച്ചതിന് ശേഷമാണ് അവൻ ഓഫീസിലേക്ക് പോയത്. ഇന്ന് അച്ഛനും പോയിട്ടുണ്ട്. അമ്മയും ദേവയും കണ്ണനും മാത്രമായി. സാക്ഷി എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളും അവിടെ ഉണ്ടായിരുന്നു. സാക്ഷിയുടെയും കണ്ണൻ്റെയും കൂടെ 2 പേരും ഉണ്ടായിരുന്നു. ബാലുവും ഭഗീരഥയും കൂടി ചേർന്നതോടുകൂടി എപ്പോഴും ഒച്ചയും ബഹളവും ആയിരുന്നു ആ അപ്പാർട്ട്മെൻറ്റിൽ. ദേവയും അമ്മയും കൂടി ഭക്ഷണത്തിന് എല്ലാം റെഡിയാക്കി. സമയം കിട്ടുമ്പോൾ എല്ലാം അവിടെ നിന്നും നവ്യയും അമ്മയും അനുവും അച്ഛനും എല്ലാം സംസാരിക്കും. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞതും നാളെയാണ് സൂരജ് അന്വേഷിച്ച ആ കേസിൻ്റെ വിധി. അച്ഛനാണ് വിധി പറയുന്നത്. സൂരജേട്ടനും അച്ഛനും വളരെ റിലാക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. നവ്യ വിളിച്ച് സംസാരിച്ചു. അവൾക്ക് ഒട്ടും വിഷമമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. നവ്യ അമ്മയെ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് ചെറിയ വിഷമമുണ്ടായിരുന്നു എങ്കിലും അമ്മ അവളോട് ദേഷ്യപ്പെട്ടു. ഇത്രയും നാളും സുഖസൗകര്യങ്ങളോട് കൂടി ജീവിച്ചിട്ട് പെട്ടെന്ന് അവർക്ക് ഭർത്താവിനെയും അവരുടെ സ്വന്തം അല്ലെങ്കിൽ കൂടി ഉണ്ടായ 2 ആൺമക്കളെയും സൂരജ് അറസ്റ്റ് ചെയ്തതിൻ്റെ ദേഷ്യം അവർ നവ്യയോട് കാണിച്ചു. എന്നാൽ റാം അതിനെ എതിർത്ത് നിന്നു. ഇനി അമ്മയെ ഫോൺ ചെയ്യേണ്ട എന്ന് പറഞ്ഞു നവ്യയോട്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വിഷമം തോന്നിയെങ്കിലും അവളിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. ദേവയുടെ അമ്മ അത്രമാത്രം അവളെ കെയർ ചെയ്യുന്നുണ്ട്. അവൾക്ക് സ്വന്തം അമ്മയേക്കാൾ ദേവയുടെ അമ്മയോടാണ് ഇഷ്ടം കൂടുതൽ. രാവിലെ അച്ഛനും സൂരജും നേരെ കോടതിയിലേക്ക് പോയി. വിശ്വനാഥൻ്റെയും നവ്യയുടെ അച്ഛൻ്റെയും കേസ് വാദിക്കാൻ വേണ്ടി നല്ലൊരു വക്കീൽ തന്നെ വന്നുവെങ്കിലും സൂരജിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് അവരുടെ തെറ്റുകൾക്ക് അനുസരിച്ചുള്ള ശിക്ഷ തന്നെ മജിസ്ട്രേറ്റ് സത്യമൂർത്തി വിധിച്ചു. അതോടുകൂടി അച്ഛൻ വിരമിക്കുകയും ചെയ്തു. ഇപ്പോൾ എത്രയും പെട്ടെന്ന് പാലക്കാട്ടേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. ഇവിടെയുള്ള വീട് വിൽക്കണ്ട, അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇപ്പോഴാണെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് 2 കൂടി വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഒരു സമ്പാദ്യം എന്നതുപോലെ കിടക്കട്ടെ എന്നാണ് അച്ഛൻ്റെ തീരുമാനം. സൂരജിന് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അത് കഴിഞ്ഞ് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ. അമ്മാച്ചനും അമ്മയും തിരിച്ചു പോയി. അവിടെ ചെന്നിട്ടും അവർ 2 പേരും ഫോണിൽ വിളിക്കാറുണ്ട്.
അവരുമായിട്ടും സംസാരിച്ചും മറ്റും ദിവസങ്ങൾ പോയത് അറിഞ്ഞില്ല. ഇതിനിടയ്ക്ക് രോഹിത് അന്ന് പറഞ്ഞ പുതിയ ഷോപ്പിൻ്റെ കാര്യം തീരുമാനിച്ചു. അത് പാലക്കാട് തുടങ്ങാമെന്ന് തീരുമാനമായി. അതിൻ്റെ കാര്യങ്ങളുമായി രോഹിത് ഇടയ്ക്ക് പാലക്കാട് പോയി. അവിടെ ചെന്നാൽ അവൻ്റെ താമസം ദേവയുടെ വീട്ടിലാണ്, ജിത്തുവിൻ്റെ കൂടെ. ജിത്തുവും രോഹിത്തും ഒരുമിച്ചാണ് അവൻ്റെ ഷോപ്പിൻ്റെ കാര്യങ്ങളും മറ്റുമായി നടക്കുന്നത്. അവിടെ ടൗണിൽ തന്നെയുള്ള ഒരു വലിയ ബിൽഡിംഗ് രോഹിത് വാങ്ങുകയും ചെയ്തു. ഷോപ്പിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അനിൽ കോളേജിൽ ജോലിക്ക് കയറി. അവനും ഹാപ്പിയായി തന്നെ പോയിക്കൊണ്ടിരുന്നു. രോഹിത്തിൻ്റെയും നീലുവിൻ്റെയും എൻഗേജ്മെൻറ്റ് ഇവിടെ വെച്ച് നടത്താമെന്നും വിവാഹം പാലക്കാടുള്ള ഷോപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആകാം എന്നും തീരുമാനിച്ചു. അതുപോലെ തന്നെ അനിലിൻ്റെയും ഗീതുവിൻ്റെയും എൻഗേജ്മെൻറ്റ് നടത്താൻ തീരുമാനമായി. അങ്ങനെ ഒരു മാസങ്ങൾക്ക് ശേഷം സൂരജ് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ തീർത്തതിന് ശേഷം പാലക്കാട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയായിരുന്നു. എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇവിടെ ഇട്ടിട്ടും കാര്യമില്ലല്ലോ, അതുകൊണ്ട് പുതിയതൊന്നും വാങ്ങണ്ട, ഇവിടെ നിന്നെല്ലാം കൊണ്ടുപോകാം എന്നായിരുന്നു തീരുമാനം. ഇനി ഇങ്ങോട്ട് വളരെ ചുരുക്കമല്ലേ വരൂ, ഇവിടെയെല്ലാം ഇട്ടിട്ട് പോയിട്ടും ആരും നോക്കാതെ നശിച്ചു പോകും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് ഒരു കണ്ടെയ്നർ തന്നെയായിരുന്നു എല്ലാ സാധനവും കൊണ്ടുപോകാനായിട്ട് വിളിച്ചത്. എല്ലാ കാര്യങ്ങളും സൂരജും രോഹിത്തും രോഹനും അനിലും അച്ഛനും കൂടി ചെയ്തു. ദേവയ്ക്ക് ഇപ്പോൾ നല്ല ക്ഷീണവും തുടങ്ങി, വൊമിറ്റിങ്ങും ഉണ്ട്. അതുകൂടി ആയതും ദേവ നന്നായി തളർന്നു തുടങ്ങി. സൂരജിൻ്റെ അമ്മ അവളെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ണൻ്റെ കാര്യങ്ങൾ സാക്ഷിയും നോക്കുന്നുണ്ട്. ഇപ്പോൾ ഭക്ഷണം ഒട്ടും തന്നെ അകത്തേക്ക് ചെല്ലുന്നില്ല, അതിനു മുമ്പ് തന്നെ വൊമിറ്റ് ചെയ്ത് കളയുന്നു എന്നുള്ള പരാതിയാണ് സൂരജിന്. അവൻ ദേവയെയാണ് വഴക്ക് പറയുന്നത്. ഈ സമയത്ത് ഇങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടും അവൻ അത് മനസ്സിലാകാതെ അവൻ എപ്പോഴും ദേവയെ ഭക്ഷണം കഴിപ്പിച്ചു കൊണ്ടിരിക്കും. കഴിക്കുന്നത് അതുപോലെ അവൾ കളയുമ്പോൾ അവളെ വഴക്ക് പറയും. അവൾ കണ്ണ് നിറയ്ക്കുമ്പോൾ വീണ്ടും അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഭക്ഷണം കൊടുക്കും. അപ്പോൾ വീണ്ടും അവൾ അത് കളയും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്കും സാക്ഷിക്കുമെല്ലാം ചിരിയാണ് വരാറ്. അങ്ങനെ അവരെല്ലാവരും പാലക്കാട്ടേക്ക് പോകാനുള്ള ദിവസം വന്നു. അന്ന് അവർ ചെന്ന് 3 ദിവസം കഴിഞ്ഞാണ് ആ വീടിൻ്റെ പാലുകാച്ചൽ നടത്താമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങളൊന്നും സൂരജിനും അച്ഛനും ഒന്നും അറിയേണ്ടി വന്നില്ല. എല്ലാം ദേവയുടെ അച്ഛനും ജിത്തുവും എല്ലാം ചെയ്തു. അവർക്ക് വേഗം ഇവർ എത്തുന്നതിൻ്റെ സന്തോഷമായിരുന്നു. റാമും ഉണ്ടായിരുന്നു കൂടെ എല്ലാത്തിനും. റാം പുതിയ വർക്കുകളൊന്നും കമ്മിറ്റ് ചെയ്തില്ല. രോഹിത്തിൻ്റെ ഷോപ്പിൻ്റെ ആഡ് ചെയ്യുന്നത് റാമാണ്. ഇപ്രാവശ്യം പാലക്കാട് പോകുമ്പോൾ പുതിയ 2 അതിഥികൾ കൂടിയുണ്ട്. അത് രോഹിത്തിൻ്റെ അമ്മയും അച്ഛനുമായിരുന്നു. അവരും പറഞ്ഞു കേട്ട ആ പാലക്കാട് ഒറ്റപ്പാലത്തുള്ള ആ വീടിനെക്കുറിച്ച് കാണാനും അറിയാനുമായിട്ടാണ് പോകുന്നത്. രോഹിത്തും രോഹനും തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഇതുവരെയും ആ സംസാരം നിർത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഒറ്റപ്പാലത്തെ ആ വീടും ആ പരിസരവും ആ വീട്ടുകാരെയും എല്ലാം ഇപ്പോൾ രോഹിത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും കണ്ടതുപോലെ തന്നെയാണ്. കണ്ടെയ്നർ ഇന്നലെ പറഞ്ഞു വിട്ടു. അതാ അവിടെ എത്തി, എല്ലാം അവർ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ വൻ സ്വീകരണമായിരുന്നു. എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. അമ്മാച്ചനും അമ്മമ്മയും നേരത്തെ എത്തി. എല്ലാവരും ഒരുമിച്ച് പുതിയ വീട്ടിലേക്ക് ചെന്നു. അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനോഹരമായ ഒരു വീട്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അറേഞ്ച്മെൻറ്റ്സും ഗാർഡൻസ് എല്ലാം ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. പഴയ ആ മനയുടെ ആ പ്രൗഢി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അവിടുത്തെ ഇൻറ്റീരിയൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. സൂരജിനും ദേവയ്ക്കും താഴെയുള്ള ഒരു വലിയ മുറിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കുട്ടികളും മറ്റും വരുമ്പോൾ അത്രയും വലിയ മുറി വേണമെന്നായിരുന്നു എല്ലാവരുടെയും നിർബന്ധം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപാട് പേർക്ക് താമസിക്കാനുള്ള റൂമുകളും കാര്യങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നു. അവിടെയെല്ലാം ചുറ്റിക്കണ്ടതിന് ശേഷം ദേവയുടെ വീട്ടിലേക്ക് ചെന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് സൂരജും അച്ഛനും ഒരു കാര്യം പറയാനുണ്ടെന്ന് എല്ലാവരോടും പറയുന്നത്. എല്ലാവരും വന്നതിന് ശേഷം സൂരജിൻ്റെ അച്ഛനാണ് ഒരു കവർ സൂരജിൻ്റെ കയ്യിലേക്ക് കൊടുത്തത്. അത് കണ്ടതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു. എന്താണതിൽ? രോഹിത് ചോദിച്ചു. അത് എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ അച്ഛൻ്റെ കയ്യിൽ നിന്നും വാങ്ങുമ്പോൾ ഒരു സന്തോഷം, അതിനേക്കാൾ ഏറെ ഒരു കുഞ്ഞ് അഹങ്കാരവും ഉണ്ട്, സൂരജ് പറഞ്ഞു. ഇത് എൻ്റെ മകന് കൊടുക്കുമ്പോൾ എനിക്ക് അഭിമാനവും അവൻ പറഞ്ഞതുപോലെ തന്നെ ഒരു അഹങ്കാരവും ഉണ്ട്, സൂരജിൻ്റെ അച്ഛനും പറഞ്ഞു. അതെ, നിങ്ങൾ രണ്ടുപേരും അഹങ്കാരം പറഞ്ഞുകൊണ്ടിരിക്കാതെ കാര്യം പറയേ, രോഹിത് പറഞ്ഞു. മറ്റൊന്നുമല്ല, സൂരജ് ഇനി ഇവിടെ ഈ പാലക്കാട് കമ്മീഷണറായി ചാർജ് എടുക്കുകയാണ്, സൂരജിൻ്റെ അച്ഛൻ പറഞ്ഞതും എല്ലാവർക്കും സന്തോഷമായി. ഇനി തിരിച്ച് അവരങ്ങോട്ട് പോകില്ല എന്നുള്ള സന്തോഷമാണ് എല്ലാവർക്കും.
അവിടെ നിന്നും ഇങ്ങോട്ട് പോരുമ്പോൾ സൂരജിന് തിരിച്ച് എറണാകുളത്തേക്ക് വരേണ്ടി വരുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ ദേവയുടെ ഡെലിവറി വരെ ഇടയ്ക്ക് അവൻ പോയി വരാമെന്നും അത് കഴിയുമ്പോൾ പിന്നെ സൂരജും ദേവയും കുഞ്ഞുങ്ങളും മാത്രം തിരിച്ചു പോകാം അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എന്നൊക്കെ പറഞ്ഞാണ് അവരെ കൊണ്ടുവന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ വാർത്ത കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ദേവയ്ക്കാണ്. എടാ ദുഷ്ടാ, നീ അപ്പോൾ ഇനി ഇവിടെ കൂടാന്ന് വിചാരിച്ചോ? അപ്പോൾ ഞാനോ? അങ്ങനെയാണെങ്കിൽ ഞാനും ഇവിടെ തന്നെ കൂടും. എനിക്കും ഒരു വീട് ഇവിടെ തന്നെ നോക്കാം അല്ലേ? രോഹിത് പറഞ്ഞു. ഞാനിത് നിന്നോട് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ഇനി റിട്ടയർഡായി ഇവിടെ കൂടിയാലോ എന്ന് ആലോചിക്കുകയാണ്. അച്ഛന് എന്ത് റിട്ടയർമെൻറ്റ്? എല്ലാ കാര്യങ്ങളും നോക്കി ഇവിടെ നിൽക്കാം, അല്ലാതെ അച്ഛന് റിട്ടയർമെൻ്റ് ഒന്നുമില്ല, രോഹിത് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്താടോ, നമുക്കും ഇവിടെ തന്നെ കൂടിയാലോ? എനിക്കിഷ്ടപ്പെട്ടു ഈ സ്ഥലം, രോഹിത്തിൻ്റെ അച്ഛൻ രോഹിത്തിൻ്റെ അമ്മയോട് ചോദിച്ചു. എനിക്കും ഇഷ്ടപ്പെട്ടു. സൂരജിൻ്റെ ആ വീടില്ലേ, അതുപോലത്തെ ഒരു വീട് കിട്ടുകയാണെങ്കിൽ നമുക്കും വാങ്ങാം, രോഹിത്തിൻ്റെ അമ്മയും സമ്മതിച്ചു. പിന്നീട് അവിടെ വീട് കാണലും നോക്കലും കാര്യങ്ങളുമായി എല്ലാവരും തിരക്കുകളിലായി. അതിനിടയ്ക്ക് രോഹിത്തിൻ്റെ ഷോപ്പിൻ്റെ പണിയും ദേവയുടെ പരിചരണവും രണ്ടമ്മമാരും അമ്മമ്മയും ഏറ്റെടുത്തു. നവ്യയ്ക്ക് വലിയ കുഴപ്പമില്ലെങ്കിലും ദേവയ്ക്ക് നല്ല ക്ഷീണമാണ് എപ്പോഴും. 2 ദിവസം കഴിഞ്ഞാൽ സൂരജ് ചാർജ് എടുക്കുകയാണ് കമ്മീഷണറായിട്ട് പാലക്കാട്. ഇന്നാണ് പുതിയ വീട്ടിലേക്കുള്ള ഗൃഹപ്രവേശം. എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലും തിരക്കുകളിലുമായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഗൃഹപ്രവേശം നടത്തി. ആളുകളെയെല്ലാം വിളിച്ച് നല്ലൊരു സദ്യയും നൽകി. പിന്നീട് ദേവയുടെ അച്ഛനും സൂരജിൻ്റെ അച്ഛനും രോഹിത്തിൻ്റെ അച്ഛനും രാവിലെയുള്ള നടത്തവും വൈകിട്ട് അമ്പലപ്പറമ്പുകളിൽ പോയുള്ള ഇരിപ്പും എല്ലാമായി അവർ അവരുടെ ജീവിതം ആസ്വദിക്കുമ്പോൾ അമ്മമാർ ദേവയെയും നവ്യയെയും പരിചരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ രോഹിത്തിൻ്റെ പുതിയ ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ്. എല്ലാവരും അതിൻ്റെ തിരക്കുകളിലായിരുന്നു. ഉദ്ഘാടന സമയത്ത് എത്തിക്കൊള്ളാമെന്ന് ദേവ പറഞ്ഞു. കാരണം ദേവ ഇപ്പോൾ 4 മാസമായി. 4 മാസം ആയപ്പോൾ തന്നെ അത്യാവശ്യം വയറ് വന്നു. വൊമിറ്റിങ് കുറഞ്ഞുവെങ്കിലും ഭക്ഷണത്തോടുള്ള താല്പര്യം അതനുസരിച്ച് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ സൂരജിൻ്റെ കയ്യിൽ നിന്നും എപ്പോഴും വഴക്ക് കേട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് സൂരജിനെ കാണുമ്പോഴേ ദേവ അവൻ്റെ മുന്നിൽ നിന്നും മുങ്ങുന്നത് പതിവായി. അങ്ങനെ നല്ല രീതിയിൽ തന്നെ രോഹിത്തിൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. രോഹിത്തും വീട്ടുകാർക്കും വേണ്ടി നല്ലൊരു വീട് ജിത്തു തന്നെ കണ്ടുപിടിച്ചു. പക്ഷേ അത് പുതിയൊരു മോഡൽ വീടായിരുന്നു. എന്നാലും എല്ലാവർക്കും ആ വീട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ രോഹിത് അത് വാങ്ങി. രോഹിത്തിൻ്റെയും നീലുവിൻ്റെയും വിവാഹം അവിടെ വെച്ച് നടത്താമെന്ന് തീരുമാനമായി. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ദിവസമായിരുന്നു രോഹിത്തിൻ്റെയും നീലുവിൻ്റെയും വിവാഹം. നീലുവിൻ്റെ വീട്ടുകാർക്കും രോഹിത്തിൻ്റെ ബന്ധുക്കൾക്കും വരാനുള്ള എല്ലാ സൗകര്യങ്ങളും രോഹിത്ത് ചെയ്തു കൊടുത്തു. നീലുവും വീട്ടുകാരും 2 ദിവസം മുമ്പ് തന്നെ ദേവയുടെ വീട്ടിലേക്ക് എത്തി. അതിൻ്റെ കൂടെ തന്നെ അനിലിൻ്റെ ഫാമിലിയും ഗീതുവിൻ്റെ ഫാമിലിയും എത്തി. അവർക്ക് താമസിക്കാനായിട്ട് നന്ദയുടെ വീടാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. നന്ദയെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ആ വീടും സ്ഥലവും ജിത്തുവാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ദേവദത്തൻ ആ വീടും സ്ഥലവും വച്ചു കൊടുത്തുവെങ്കിലും അത് നന്ദയുടെ പേരിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വീട് അവർ ഗസ്റ്റുകൾക്കായി തുറന്നു കൊടുത്തു. രോഹിത്തിൻ്റെയും നീലുവിൻ്റെയും വിവാഹം ഇന്നാണ്. ദേവയ്ക്ക് ഒട്ടും പറ്റാതെ ആയി. അവൾ 7ാം മാസത്തിലേക്ക് കടക്കുകയാണ്. നവ്യയുടെയും ദേവയുടെയും സീമന്തം രോഹിത്തിൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം നടത്താമെന്ന് തീരുമാനിച്ചു. രോഹിത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഒരുപാട് ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ ടൗണിൽ തന്നെയുള്ള നല്ലൊരു ഓഡിറ്റോറിയമാണ് കല്യാണത്തിനായി ഒരുക്കിയത്. ജിത്തുവിൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു. സ്വന്തം മകൻ്റെ വിവാഹം പോലെ തന്നെ ദേവയുടെ അച്ഛനും മറ്റും ആ വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി. ഭക്ഷണം നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ അങ്ങനെ എല്ലാ ഫുഡുകളും അറേഞ്ച് ചെയ്തു. മനോഹരമായി അത്യാർഭാടപൂർവമായി അവരുടെ വിവാഹം നടന്നു. സൂരജ് ദേവയുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു നടുവേദന വരുന്നത് കൊണ്ട് എല്ലാവരെയും പേടിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സൂരജിനോട് ദേവയുടെ കൂടെ തന്നെ നിന്നോളണം എന്ന് പറഞ്ഞ് അമ്മമാരും മറ്റും തിരക്കിലേക്ക് പോകുമ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ചു തന്നെ നടന്നു. അങ്ങനെ രോഹിത് നീലുവിൻ്റെ കഴുത്തിൽ താലി കെട്ടി അവളെ സ്വന്തമാക്കി. അങ്ങനെ ദേവയുടെയും നവ്യയുടെയും വളകാപ്പും നടത്തി. ഇപ്പോൾ അവർ ശരിക്കും ഒറ്റപ്പാലംകാരായി മാറി. പരിചയക്കാരും കൂട്ടുകാരുമായി. സൂരജ് അവൻ്റെ ജോലിയുമായിട്ട് തിരക്കുകളായിരുന്നെങ്കിൽ കൂടി ദേവയുടെ കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലീവ് എടുക്കാമെന്ന് അവൻ ഒരുപാട് പറഞ്ഞെങ്കിലും ദേവ സമ്മതിച്ചില്ല. കാരണം അവൻ ഉണ്ടെങ്കിൽ ഇടം വലം തിരിയാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, പൊയ്ക്കോ, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് അവൾ നിർബന്ധിച്ച് സൂരജിനെ പറഞ്ഞു വിടുകയായിരുന്നു.
ഒരു ദിവസം സൂരജ് ഓഫീസിൽ പോയി കഴിഞ്ഞ് ദേവയ്ക്ക് ചെറിയ അസ്വസ്ഥത തോന്നി. ദേവയും നവ്യയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ദേവയുടെ മുഖത്തെ മാറ്റം കണ്ട് നവ്യ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. എന്തു പറ്റിയടാ? നവ്യ ചോദിച്ചു. എനിക്ക് ചെറിയ വേദന തോന്നുന്നു, നടുവൊക്കെ വേദനിക്കുന്നു, ദേവ പറഞ്ഞു. നവ്യ വേഗം അമ്മമാരെയും അമ്മമ്മയെയും വിളിച്ചു. നവ്യയുടെ വിളി കേട്ട് ഓടി അവർ വന്നു. അപ്പോഴാണ് ദേവയുടെ മുഖം വേദന കൊണ്ട് ചുളിയുന്നത് അവർ കാണുന്നത്. എന്തു പറ്റി മോളെ? എല്ലാവരും വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് റാമും ജിത്തുവും കയറി വന്നത്. എന്തു പറ്റി? എന്താ പറ്റിയേ? ജിത്തുവും റാമും ഓടി വന്ന് ചോദിച്ചു. ഓനെ വേഗം വണ്ടിയെടുക്ക്, മോൾക്ക് തീരെ വയ്യ, ദേവയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വേഗം തന്നെ റാം വണ്ടിയെടുക്കാൻ പുറത്തേക്ക് പോയപ്പോഴാണ് സൂരജ് കയറി വരുന്നത്. എന്തുപറ്റി? അവൻ്റെ വെപ്രാളം കണ്ടുകൊണ്ട് സൂരജ് ചോദിച്ചു. എടാ, ദേവയ്ക്ക് അത്രയും പറഞ്ഞുള്ളൂ, അത്രയേ അവൻ കേട്ടുള്ളൂ. അവൻ അകത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ദേവയ്ക്ക് ചുറ്റും എല്ലാവരും ഉണ്ട്. ദേവയുടെ കണ്ണുകൾ നിറയുന്നു. അമ്മമ്മ നടു ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. മോനെ, ദേവയ്ക്ക് പറ്റുന്നില്ല, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. സൂരജ് വേഗം. സൂരജ് വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളെ പതിയെ എഴുന്നേൽപ്പിച്ചു. എടുക്കാൻ പോയപ്പോൾ അവൾ വേണ്ട, ഞാൻ നടന്നു കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ സൂരജ് വേഗം അതിന് സമ്മതിക്കാതെ അവളെ 2 കൈകൾ കൊണ്ട് കോരിയെടുത്തു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വേഗം വണ്ടിയിലേക്ക് കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റി. അമ്മമാരോട് സാധനങ്ങളെല്ലാം എടുത്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞു. റാമാണ് വണ്ടി ഓടിച്ചത്. 15 മിനിറ്റ് കൊണ്ട് തന്നെ അവർ ഹോസ്പിറ്റലിലെത്തി. സ്ട്രെച്ചറിൽ അവളെ കിടത്തി. അപ്പോഴേക്കും വിവരമറിഞ്ഞ എല്ലാവരും വീട്ടിൽ നിന്നും തിരിച്ചു. സൂരജിൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട് ദേവ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒന്നുമില്ല, വേഗം വേഗം മാലാഖ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ വരാട്ടോ, അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ICUവിലേക്ക് കയറ്റി ഡോർ അടയ്ക്കുമ്പോൾ സൂരജ് വല്ലാതെ തളർന്നിരുന്നു. റാം അവനെ ചേർത്ത് പിടിച്ചു. എടാ, എൻ്റെ പെണ്ണ് ഒരുപാട് വേദനിക്കില്ലേ? റാമിന് എന്ത് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കണം എന്ന് അറിയില്ലായിരുന്നു. ഒരു കുഞ്ഞ് തന്നെ ഉണ്ടാകുമ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ 3 പേര് വരുമ്പോൾ? സൂരജ് ടെൻഷനോടെയും സങ്കടത്തോടെയും നടക്കുമ്പോഴാണ് എല്ലാവരും അങ്ങോട്ടെത്തിയത്. സൂരജിനെ ആശ്വസിപ്പിക്കാൻ ആർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും അത്രമാത്രം ടെൻഷനായിരുന്നു. കണ്ണൻ സൂരജിൻ്റെ അടുത്ത് വന്നു. കണ്ണനെയും ചേർത്ത് പിടിച്ച് സൂരജ് അവിടെയുള്ള ചെയറിൽ ഇരുന്നു. 1 മണിക്കൂർ സമയം കഴിഞ്ഞിരുന്നു. സൂരജ് ചെയറിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ടെൻഷനോടെ ഡോറിലേക്ക് നോക്കും, വീണ്ടും നടക്കും. പെട്ടെന്ന് ICUവിൻ്റെ ഡോറ് തുറന്നു. സൂരജ് വേഗം വന്ന് നോക്കുമ്പോൾ കാണുന്നത് നേഴ്സുമാർ ഒരു ചെറിയ സ്ട്രെച്ചറിൽ 3 കുഞ്ഞുങ്ങളെയും അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇത് കണ്ടതും ഒരു നിമിഷം സൂരജ് അങ്ങനെ തന്നെ നിന്നു. എല്ലാവരുടെയും അവസ്ഥ അതുപോലെ തന്നെയായിരുന്നു. കുഞ്ഞുങ്ങളെ കണ്ടതും സന്തോഷത്തിൽ എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ട് പുഞ്ചിരിച്ചു കൊണ്ട് വന്നത്. ഡോക്ടർ, ദേവ? സൂരജ് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, നല്ല ക്ഷീണമുണ്ട്, ആൾ മയക്കത്തിലാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് റൂമിലേക്ക് മാറ്റാം. പക്ഷേ കുട്ടികളെ കൊണ്ടുപോകണം, NICUവിലേക്ക്. 3 മാലാഖ കുട്ടികളാണ്. ഡോക്ടർ പറഞ്ഞതും സൂരജ് ഞെട്ടലോടെ അവരെ നോക്കി. ഞെട്ടണ്ട, ആദ്യം കുഞ്ഞിനെ കാണിച്ചപ്പോൾ തൻ്റെ ഭാര്യ ചോദിച്ചത് മാലാഖ കുഞ്ഞുങ്ങളാണോ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നീട് എല്ലാവരും കുഞ്ഞുങ്ങളെ തൊട്ടും തലോടിയും 3 പേരെയും NICUവിലേക്ക് കൊണ്ടുപോയി. കുഴപ്പമില്ലാതെ ദേവയെ റൂമിലേക്ക് മാറ്റി. പാല് കുടിക്കാറാകുമ്പോൾ 3 പേരെയും കൊണ്ടുവരും. അപ്പോഴാണ് എല്ലാവരും അവരെ എടുക്കുന്നത്. കണ്ണനും സൂരജും എല്ലാം ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവ്യയ്ക്കും ചെറിയൊരു പെയിൻ തുടങ്ങിയത്. ഹോസ്പിറ്റലിൽ തന്നെ ആയതുകൊണ്ട് ഡോക്ടറെ കാണിച്ചു. നവ്യയെയും ലേബർ റൂമിലേക്ക് മാറ്റി. പിന്നീട് വീണ്ടും ഒരു കാത്തിരിപ്പായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ നവ്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ 4 കുഞ്ഞുമണികളെയും എല്ലാവരും കൈനീട്ടി സ്വീകരിച്ചു. 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് 2 അമ്മമാരെയും വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് പ്രസവരക്ഷയും പ്രസവ ശുശ്രൂഷയുമായി അമ്മമാർ എല്ലാവരും തിരക്കിലായി. ദേവയും നവ്യയെയും കാണാൻ പറ്റാതെ സൂരജും റാമും ചുറ്റി നടക്കും. റൂമിന് മുന്നിൽ കുഞ്ഞുങ്ങളെ കാണാൻ മാത്രം പുറത്തേക്ക് കാണിക്കും. അവരെ 2 പേരെയും കാണാൻ പറ്റാതെ റാമും സൂരജും ദേഷ്യപ്പെട്ടു. എല്ലാവരോടും വഴക്ക് പറഞ്ഞ് നടക്കും. അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ചിരി വരും. പലപ്പോഴും ആരും കാണാതെ റൂമിലേക്ക് കയറി നോക്കാൻ പോയ സൂരജിനെ അമ്മമ്മ ചെവിയിൽ പിടിച്ച് പുറത്തേക്ക് തള്ളും. അങ്ങനെ അവനെ കളിയാക്കും. രോഹിത്തും രോഹനും ജിത്തുവും. ദിവസങ്ങൾ തള്ളിപ്പോയിക്കൊണ്ടിരുന്നു. ഇന്നാണ് സൂരജിൻ്റെയും റാമിൻ്റെയും കുഞ്ഞുങ്ങളുടെ 28 കെട്ട് ദിവസം.
ഇത്രയും ദിവസത്തിന് ശേഷം ഇന്നാണ് സൂരജ് ദേവയെ കാണുന്നത്. റാം നവ്യയെയും. രണ്ടുപേരും ഒരുപാട് ഭംഗി വെച്ചതുപോലെ തോന്നി. എല്ലാവരുടെയും കണ്ണ് കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അമ്മമ്മ രണ്ടുപേർക്കും കൈ നിറച്ച് കറുത്ത കുപ്പിവളകളും നെറ്റിയിൽ കറുത്ത പൊട്ടും തൊട്ടു. റൂമിൽ നിന്നും പുറത്തിറങ്ങി വരുന്ന ദേവയെ കണ്ട് സൂരജ് കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. റാമിൻ്റെയും അവസ്ഥ അത് തന്നെയായിരുന്നു. മതിയടാ മായ തുറന്നു പിടിച്ചത്. നീ എന്താ അവളെ ആദ്യമായിട്ട് കാണുകയാണോ? രോഹിത് സൂരജിനോട് ചോദിച്ചു. നീ ആരോടാ ഈ പറയുന്നത്? ഇവിടെ ഒരുത്തൻ നിൽക്കുന്നത് കാണുന്നില്ലേ? റാമിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ജിത്തു പറഞ്ഞു. പറഞ്ഞിട്ട് കാര്യമല്ല, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെയും ഗതി ഇത് തന്നെയാണ്. ജിത്തു അനുപമയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മുമ്പ് അനുഭവം ഉണ്ടല്ലേ? പിന്നല്ലാതെ എത്ര പാടുപെട്ടു എന്നറിയോ ഈ അമ്മമ്മയുടെ കണ്ണ് വെട്ടിച്ച് കാണാൻ. ഈ അമ്മമ്മ ഉണ്ടാക്കുന്ന പ്രത്യേകം ചടങ്ങാണെന്ന് തോന്നുന്നു. പ്രസവം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ കാണുന്നത് 28ൻ്റെ അന്നാണെന്ന്. മറ്റൊരു സ്ഥലത്തും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, ജിത്തു പറഞ്ഞു. അത് നിന്നെയൊക്കെ അത്ര വിശ്വാസമില്ലാഞ്ഞിട്ടാ, അങ്ങോട്ട് വന്നുകൊണ്ട് അനിൽ പറഞ്ഞു. എന്താ? അല്ല, പെൺകുട്ടികളുടെ പ്രസവം കഴിഞ്ഞ് കിടക്കുമ്പോൾ ശരീരം വല്ലാതെ തളർന്ന അവസ്ഥയിലായിരിക്കും. അതൊന്നും നീയൊന്നും നോക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അമ്മമ്മ അങ്ങനെ ചെയ്യുന്നത്, അനിൽ പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും അവനെ നോക്കി. നീ ഒരുപാട് കിടന്ന് തിളയ്ക്കണ്ട, നീയും ഒരച്ഛനാകും. ആ ദിവസം വരും, നീ നോക്കിക്കോ, റാം പറഞ്ഞു. ഇതുപോലെയുള്ള ചടങ്ങൊന്നും അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാണാം, റാം പറഞ്ഞു. നീലു, നമുക്ക് പ്രസവം നിന്റെ വീട്ടിൽ വെച്ച് നടത്തിയാൽ മതി കേട്ടോ. അവിടെ ഇതുപോലുള്ള ചടങ്ങൊന്നുമില്ലല്ലോ? രോഹിത് നീലുവിനോട് ചോദിച്ചു. അത് കേട്ടതും നീലു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. കുഞ്ഞിന് പേരിടാൻ സമയമായി എന്ന് പറഞ്ഞതും സൂരജും ദേവയും അച്ഛനും സൂരജിൻ്റെ അച്ഛനും ഓരോ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇരുന്നു. അടുത്ത് തന്നെ റാമും ഇരുന്നു. ശ്രദ്ധയോടെ അമ്മമാർ 4 പേരുടെയും കൈകളിലേക്ക് കുഞ്ഞുങ്ങളെ വച്ചു കൊടുത്തു. എല്ലാവരും ഒരുമിച്ച് തന്നെ പഞ്ചലോഹങ്ങൾ കൊണ്ടുള്ള കറുത്ത ചരട് കെട്ടുകയും പൊന്നരഞ്ഞാണം ഇട്ടുകൊടുക്കുകയും ചെയ്തു. ഇനി പേര് വിളിച്ചോളൂ, അമ്മാച്ചൻ പറഞ്ഞു. എല്ലാവരും സൂരജിനെ നോക്കി. വൈഗ, വൈഷ്ണവി, വൈദേഹി. നല്ല നാടൻ പേരുകളാണല്ലോ, എനിക്കിഷ്ടപ്പെട്ടു, രോഹിത് പറഞ്ഞു. റാം, നീ എന്താണ് നിന്റെ കുഞ്ഞിന് കണ്ടുവച്ചിരിക്കുന്ന പേര്? രോഹിത് ചോദിച്ചു. വൈഷ്ണവ്. കൊള്ളാം, 4 കുട്ടികൾക്കും ഒരു ദിവസം ജനിച്ചപ്പോൾ എല്ലാവർക്കും വൈ വെച്ചിട്ടുള്ള പേര് ഇഷ്ടപ്പെട്ടു. എല്ലാവരും കയ്യടിയോടെ പേരുകൾ സ്വീകരിച്ചു. പിന്നീട് കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാനം കൊടുക്കലും എല്ലാമായി നടന്നു. എല്ലാവരും ഒരുമിച്ച് സദ്യയും കഴിച്ചു. ദേവയ്ക്ക് നിൽക്കാൻ സമയമുണ്ടായിരുന്നില്ല. എപ്പോഴും ആരെങ്കിലും ഉറക്കമെഴുന്നേക്കും, കരയും. ദേവ ഓടിച്ചെല്ലും, കുഞ്ഞിന് പാല് കൊടുക്കും, ഓടി തിരിച്ചു വരും. അപ്പോഴേക്കും അടുത്ത ആൾ എഴുന്നേൽക്കും. ഇത് തന്നെയായിരുന്നു അവളുടെ അവസ്ഥ. അവളുടെ അവസ്ഥ കാണുമ്പോൾ സൂരജിന് വിഷമമുണ്ടായിരുന്നു. അവൻ അവളെ നോക്കി നിൽക്കുന്നത് കണ്ട് രോഹിത് പറഞ്ഞു. ഇതിലും വലിയ പണി ആ പെങ്കൊച്ചിന് നീ കൊടുക്കാനില്ല എൻ്റെ സൂരജ്. രോഹിത് പറഞ്ഞതും സൂരജിന് സങ്കടമായി. കുറേ നാളുകൾക്ക് ശേഷം സൂരജ് ദേവയുടെ അടുത്ത് ചെന്നു. ദേവ കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്, ബെഡിലിരുന്നു കൊണ്ട്. അവൻ അവളുടെ പുറകിലൂടെ ചേർത്ത് പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക്. എന്തു പറ്റി? അവൾ ചോദിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ? അവൻ ചോദിച്ചു. അത് കേട്ടതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവൾ കണ്ടു. അവൾ ഉറങ്ങിയ കുഞ്ഞിനെ പതിയെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിരുന്നു. എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ദേ ഇങ്ങോട്ട് നോക്ക്. ഈ ഭാഗ്യം വളരെ ചുരുക്കം പേർക്ക് കിട്ടൂ. ആ ഭാഗ്യം നമുക്ക് കിട്ടിയപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പിന്നെ എൻ്റെ ബുദ്ധിമുട്ട് അത് കാര്യമാക്കണ്ട. ഒരാളുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ അവസ്ഥ. അവർക്ക് വിശക്കുമ്പോൾ ഞാനല്ലാതെ പിന്നെ ആരോ ഓടി വരാനുള്ളത്? കുറച്ചുനാൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, അത് കഴിയുമ്പോൾ പതിയെ ശരിയാകും. അവൾ അവനെ ആശ്വസിപ്പിച്ചു. സൂരജ് ബെഡിലേക്ക് നോക്കി. 3 കുഞ്ഞുമക്കളും ഉറങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ അവൻ അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കണ്ടോ, ഇപ്പോൾ ഈ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞില്ലേ? ഇതാണ് ഏറ്റവും വലിയ സന്തോഷം, അവൾ പറഞ്ഞു. ദേവ, ഇനി നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട. എൻ്റെ ദേവയെ ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. അവൻ പറഞ്ഞതും അവൾ വേഗം അവൻ്റെ ചുണ്ടിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ബുദ്ധിമുട്ട് നോക്കിയിട്ടാണെങ്കിൽ വേണ്ട, എനിക്ക് ഇനിയും വേണം കുഞ്ഞുങ്ങൾ, അവൾ പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് അവൻ കണ്ണുകൾ വിടർത്തി നോക്കി. ശരിക്കും? സത്യമാണോ?
അവൻ ചോദിച്ചു. എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല, പക്ഷേ ഇതുപോലെ തന്നെ 3 പേരാണെങ്കിൽ. അവൾ പറഞ്ഞു നിർത്തിയതും നല്ല രസമായിരിക്കുമല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. രസമല്ലടാ, സാമ്പാർ. ഇങ്ങോട്ട് വാ. അങ്ങോട്ട് കയറി വന്നുകൊണ്ട് അമ്മയാണ് പറയുന്നത്. ഒരു പ്രസവം കഴിഞ്ഞ കൊച്ചിന് അവരുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോഴാ ഒന്ന് ഉറങ്ങാൻ പറ്റുക. നീ ഇങ്ങോട്ട് വന്നേ, മോള് റെസ്റ്റ് എടുക്കട്ടെ, അമ്മ പറഞ്ഞു. അമ്മേ, ഇന്നു മുതൽ ഞങ്ങളുടെ റൂമിലേക്ക് പോകാമല്ലോ? സൂരജ് ചോദിച്ചു. അമ്മ അവനെ രണ്ടെടുപ്പിലും കൈവച്ചുകൊണ്ട് നോക്കി. നീ എഴുന്നേറ്റ് നോക്കുവോ ഈ 3 കുഞ്ഞുങ്ങളെയും? അമ്മ ചോദിച്ചു. ആ, ഞാൻ നോക്കിക്കൊള്ളാം, അവൻ വേഗം പറഞ്ഞു. അവൻ്റെ സംസാരം കേട്ട് ദേവയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അമ്മയും ചിരി കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് അമ്മമ്മയും രോഹിത്തിൻ്റെ അമ്മയും വന്നത്. വിട്ടു കൊടുക്കൻ്റെ അമ്മമ്മേ, കുറേ നാളായില്ലേ അവൻ അവൻ്റെ ഭാര്യയെ കണ്ടിട്ട്. അവർ ഒരുമിച്ച് താമസം തുടങ്ങട്ടെ, രോഹിത്തിൻ്റെ അമ്മ പറഞ്ഞു. 90 കഴിഞ്ഞിട്ട് പോരെ ഒരുമിച്ചുള്ള കിടപ്പൊക്കെ? അമ്മമ്മ ചോദിച്ചതും സൂരജ് കണ്ണുമിഴിച്ച് അമ്മമ്മയെ നോക്കി. അവൻ്റെ നോട്ടം കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അവരുടെ ചിരി കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് റാമും രോഹിത്തും ജിത്തുവും വന്നത്. എന്താ? രോഹിത് ചോദിച്ചു. അല്ല, ദേവയും കുഞ്ഞുങ്ങളും സൂരജിൻ്റെ റൂമിലേക്ക് മാറ്റുന്നത് 90 കഴിഞ്ഞിട്ട് മതിയല്ലോ എന്ന അമ്മമ്മ പറയുകയായിരുന്നു. സൂരജിൻ്റെ അമ്മ പറയുന്നത് കേട്ട് രോഹിത് സൂരജിനെ ദയനീയമായി നോക്കി. അപ്പോൾ ഇവൻ്റെ കാര്യമോ? പെട്ടെന്ന് അനിൽ റാമിനെ കാണിച്ചു. 2 പേരുടെയും കാര്യമാണ് പറഞ്ഞത്. അത് കേട്ടതും റാമും സൂരജും പരസ്പരം നോക്കി. അതെ, ഞാൻ തിരിച്ച് കൊച്ചിയിലേക്ക് തന്നെ ട്രാൻസ്ഫർ മേടിച്ചാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാമല്ലോ, സൂരജ് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനും അടുത്ത വർക്ക് ഏറ്റെടുക്കുകയാണ്. എൻ്റെ അടുത്ത വർക്ക് തിരുവനന്തപുരത്താണ്. ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നവ്യയെയും കുഞ്ഞിനെയും എനിക്ക് കൊണ്ടുപോകാമല്ലോ, റാമും ചോദിച്ചു. അവരുടെ സംസാരം കേട്ടതും അവിടെ പിന്നീട് പൊട്ടിച്ചിരിയായിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ആ ദിവസം കടന്നുപോയി. അന്ന് രാത്രി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം സൂരജിന് ദേവയെ അടുത്ത് കിട്ടുകയായിരുന്നു. അവൻ്റെ പരാതിയും പരിഭവവും എല്ലാം അവൻ തീർത്തു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ചൂടേറ്റ് അവൻ ഉറങ്ങി. റാമും നവ്യയും മനസ്സ് തുറന്ന് സന്തോഷത്തോടെ അവരുടെ കുഞ്ഞിനെയും കൊണ്ട് അവരും ആ ദിവസം മനസ്സറിഞ്ഞ് സ്നേഹത്തോടെ റാം അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. സന്തോഷകരമായ ഒരു ജീവിതവുമായി എല്ലാവരും പ്രകൃതി രമണീയമായ ഒറ്റപ്പാലം എന്ന മനോഹരമായ സ്ഥലത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്നേഹിച്ചും പ്രണയിച്ചും ജീവിക്കുന്നു. ഒരിക്കൽ കൂടി അവരുടെ ജീവിതത്തിലേക്ക് ഇനിയും വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥനയോടെ അവർ ജീവിക്കട്ടെ അല്ലേ? ഹായ്, അപ്പോൾ ഒരിക്കൽ കൂടി തീർന്നു. നാളെ പുതിയ സ്റ്റോറി തുടങ്ങാം അല്ലേ? നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നാളെ തൃക്കാർത്തികയാണ്. എൻ്റെ പിറന്നാളാണ്, ഞാൻ ജനിച്ച നാൾ. അതുകൊണ്ട് നാളെ നമുക്ക് പുതിയ 2 സ്റ്റോറികളും ഒരുമിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതല്ലേ നല്ലത്? അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നാളെ തുടങ്ങാൻ പോകുന്ന സ്റ്റോറിക്ക് എല്ലാവിധ സപ്പോർട്ടും തന്ന് എൻ്റെ കൂടെ ഉണ്ടാകണം. അപ്പോൾ നാളെ കാണാം. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.